വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികൾ ഇന്നു മുതൽ പ്രക്ഷോഭം തുടങ്ങും. ആദ്യഘട്ടമായി രാവിലെ 10-ന് സത്യഗ്രഹ സമരം നടത്തും. ബേപ്പൂർ തുറമുഖത്ത് ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് നടത്തണമെന്നാണ് ആവശ്യം. റിയാസ് കെ മാറുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസെ, കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ പ്രദേശം മന്ത്രിമാരൊക്കെ സന്ദർശിച്ചിരുന്നു. ഈ ആഴം കൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും, വികസനം ഉണ്ടാകും എന്നൊക്കെ വാക്കുകളൊക്കെ നൽകിയിരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള അടിസ്ഥാനം? ഈ ബേപ്പൂർ തുറമുഖത്തിന്റെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ആഴം, അതായത് ഡ്രഡ്ജിംഗ്, ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന് നേരത്തെ ഉയരുന്ന ഒരു ആവശ്യമാണ്. അത് വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. 7 മീറ്റർ ആഴം ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളത്. കാരണം ഈ വലിയ കപ്പലുകൾക്ക് ഉൾപ്പെടെ, വലിയ ബോട്ടുകൾ ഉൾപ്പെടെ ഇവിടത്തേക്ക് തുറമുഖത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം. കാരണം അങ്ങനെ ആഴം കൂട്ടിയാൽ മാത്രമാണ് അത് സാധിക്കുക. അത് ആ രീതിയിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം കൂടുതൽ സജീവമായി തന്നെ നടത്താനും സാധിക്കും. അതൊരു വലിയ ആവശ്യമാണ്. ആ ആവശ്യം ഉന്നയിച്ചാണ് അവർ ഇന്ന് മുതൽ വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കമിടുന്നത്. ഇന്നതിന്റെ ആദ്യഘട്ട സമരം എന്ന രീതിയിൽ സത്യഗ്രഹ സമരമാണ് നടക്കുന്നത്. രാവിലെ 10 മണി മുതലാണ്. അതിൽ തന്നെ മറ്റു പല ആവശ്യങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. സിൽക്കിന് പാട്ടത്തിന് നൽകിയ തുറമുഖ ഭൂമി ഏറ്റെടുക്കണമെന്ന ഒരു ആവശ്യം അവർ ആവശ്യപ്പെടുന്നുണ്ട്. തുറമുഖം ഏറ്റെടുത്ത കോവിലകം ഭൂമി തുറമുഖ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണം. അത് കാട് കയറി കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കൃത്യമായി തന്നെ ഈ തുറമുഖ ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ആവശ്യം. കൂടാതെ കാലഹരണപ്പെട്ട ക്രെയിനുകൾ മാറ്റി സ്ഥാപിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ പഴയ ക്രെയിനുകളൊക്കെ ആകുമ്പോൾ അത് കൃത്യമായി ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വേഗത്തിൽ നടത്താനുള്ള സാഹചര്യമില്ല. അതിന് പകരം പുതിയ ക്രെയിനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാവുകയും ചെയ്യും. ആ ഒരു സംവിധാനമാണ് ഇവർ പറയുന്നത്. ബേപ്പൂർ തുറമുഖത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു സമരം നടത്തുന്നത്. ഈ സമരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് എന്നുള്ളതാണ്. BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഉണ്ട്. CIT ഉണ്ട്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘടന STU ഉണ്ട്, ഒപ്പം തൊഴിലാളി സംഘടന STU ഉണ്ട്, കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന INTUC ഉണ്ട്. AITUCയും BMS മാത്രമാണ് ഇല്ലാത്തത്. അത് അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇവിടെ ബേപ്പൂർ തുറമുഖത്ത് BMS ഉണ്ട്, പക്ഷേ AITUCയുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. പക്ഷേ മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും സംയുക്തമായാണ് ഇന്ന് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഭദ്ര, റിയാസെ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇവർ ഈ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ പറയുന്നത് ഇവിടെ പാറ മൂടികെട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചില വൈകലുകൾ ഉണ്ടാകുമെന്നൊരു സൂചന നേരത്തെ മുതൽ ഉണ്ടാകുന്നുണ്ട്. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? എന്തായാലും ഈ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തുക എന്നുള്ളത്. വലിയ ഡ്രഡ്ജർ കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായ ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് തന്നെ നടത്തണം എന്നുള്ളത് ഇവരെ സംബന്ധിച്ച്, ഈ തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന ഈ ഒരു ആവശ്യം അത് ഈ തുറമുഖത്തിന്റെ വലിയ വികസനത്തിന് വേണ്ടി കൂടിയാണ്. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് പിന്നീട് അതായത് സർക്കാരുകൾക്കുണ്ടാകുന്നു, ഒപ്പം തന്നെ ഈ തൊഴിലാളികൾക്കും അതുവഴി പൊതുസമൂഹത്തിനും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ബേപ്പൂര് എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു തുറമുഖമാണ്. പഴയ കാലത്തൊക്കെ ഒട്ടനവധി കപ്പലുകളൊക്കെ വന്ന് പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബേപ്പൂർ ഉരു ലോക പ്രശസ്തമാണ്. ആ ബേപ്പൂർ ഉരു ഉൾപ്പെടെയുള്ള ഒരു കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വഴി തുറക്കുന്ന രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു ആവശ്യം മാത്രമായിട്ടല്ല ഇവിടെ പറയുന്നത്. സ്വാഭാവികമായും അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് അധികൃതരെ സംബന്ധിച്ച് ഉണ്ടാവേണ്ടത്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് തുറമുഖ വകുപ്പുകൾ സംയുക്തമായി തന്നെ എത്രയും പെട്ടെന്നൊരു ഇടപെടലാണ് അനിവാര്യത. ഭദ്ര, തീർച്ചയായും റിയാസ്, എന്തായാലും ഈ ലൈറ്റേഴ്സും പുലിമുട്ടും ഒക്കെയായി ഒരു പറുദീസ എന്ന് തന്നെയാണ് ബേപ്പൂരിനെ പലരും വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ബേപ്പൂർ തുറമുഖം മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഈ ഡ്രഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണം, ആഴം കൂട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരു ഭാവിയിലേക്കുള്ള ഒരു നോട്ടം കൂടിയാണ് എന്നുകൂടി റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനും പറയുകയാണ്. എന്തായാലും ഈ ഒരു ആവശ്യം നിറവേറുന്നതോടുകൂടി, അതായത് വിനോദസഞ്ചാര മേഖലയ്ക്കും കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ ബേപ്പൂര്. അതുപോലെ കോഴിക്കോട് ഭാഗങ്ങളൊക്കെ തന്നെ. റിയാസ് കെ മാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.